പ്രിയ സിംഹകുട്ടി പ്രേക്ഷകരെ, മറ്റൊരു സിനിമ റിവ്യൂവിലേക്ക് നിങ്ങളെ ഞാൻ ഹാർദവുമായിട്ട് അകത്തോട്ട് ആനയിക്കുകയാണ്. ഇന്ന് കുടുംബമായിട്ട് ഒരു തമിഴ് സിനിമ കാണാൻ പോയി. കറുപ്പ് എന്ന് പറയുന്ന വമ്പ ഹിറ്റിന് ശേഷം, വമ്പം ബിസിനസിന് ശേഷം സൂര്യയുടെ നായകത്വത്തിൽ പുറത്തിറങ്ങിയ മമിത ബൈജു നായികയായിട്ട് അഭിനയിച്ച, രാധിക ശരത് കുമാർ അമ്മ റോളിൽ അഭിനയിച്ച ഒരു ഫാമിലി സിനിമ. ഈ ഫാമിലി സിനിമ എപ്പോഴും പോകുമ്പോൾ കുടുംബമായിട്ടാണ് കാണാൻ പോയത്. ഈ പടത്തെക്കുറിച്ച് ഒരൊറ്റ വാക്കിൽ അഭിപ്രായം പറഞ്ഞാൽ വിശ്വനാഥൻ ആൻഡ് സൺസിന് 10-ൽ 10 സ്റ്റാർ കൊടുക്കാം, ഒരു കുടുംബ ചിത്രം എന്നുള്ള നിലയ്ക്ക്. അത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പടം സ്റ്റാർട്ടിങ്ങിൽ അല്പം നമ്മൾ കണ്ടുമടുത്ത കഥയാണെങ്കിലും, അതൊക്കെ എല്ലാ സിനിമകളും ഇപ്പം അങ്ങനെ തന്നെയാണല്ലോ. അത്രയ്ക്കൊന്നും പെർഫെക്റ്റ് അങ്ങനെ ഒരു രീതിയിൽ എപ്പോഴും ചെയ്യിക്കാൻ പറ്റില്ലല്ലോ. ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ച്, ഒരു ജീവിതത്തിൽ കുടുംബം മറ്റു കാര്യങ്ങളുമായിട്ട് മാത്രം ബന്ധപ്പെട്ടു പോകുന്നവരെ സംബന്ധിച്ച്, എന്നാൽ ആ കുടുംബത്തിൽ ജീവിച്ചുകൊണ്ട് വലിയ കാര്യങ്ങളിലേക്ക് പ്രയത്നിക്കുന്ന ചിലരെ സംബന്ധിച്ചും, ഇതിനു ചുറ്റും ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചും, പിന്നെ ഇതിലെല്ലാം കഴിഞ്ഞ് അവർ തന്നെ വലിയൊരു ബിസിനസ് ലെവലിലോട്ട് ജീവിക്കുന്ന നിലവാരത്തിലേക്ക് വളരുന്ന രീതി, വളരുന്നതെന്നല്ല വളർന്ന് പന്തലിച്ച രീതി, ഇതെല്ലാം കൂടെ കോർത്തിണക്കിയിട്ടുള്ള ഒരു കഥയാണ്. ഈ ഒരു കഥയാണ്, ഞാൻ സിനിമയുടെ കഥയല്ല പറയണത്. ഇങ്ങനെ ഒരു ഏകദേശം ഒരു കഥാതന്തുവിലാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത്തരം ചിത്രങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ചിത്രം എന്തുകൊണ്ടൊരു വ്യത്യസ്തമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമ ഇസഡ്ജൻ കാറ്റഗറിയിൽ, ഈ ആധുനിക ടെക്നോളജിയിലെ കുട്ടികളുമായിട്ടാണ് ഇത് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ആ ബന്ധപ്പെടുത്തൽ ഈ സിനിമയുടെ ഒരു വലിയ വിജയത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പടം വമ്പ ഹിറ്റാവും എന്നുള്ളതിൽ വേറെ ഒരു വ്യത്യാസവുമില്ല. ഞാൻ പറയുന്നു 10-ൽ 10 സ്റ്റാർ ഞാൻ ആദ്യമേ കൊടുത്തു. പടം വമ്പ ഹിറ്റാണ്. ഒരു ഫാമിലി സിനിമ എന്നുള്ളതിലേക്ക് ഇതൊരു വമ്പ ഹിറ്റായിട്ട് മാറും. കാരണം തിയേറ്ററിൽ തന്നെ ഈ പടം വിജയമായിട്ട് മാറും. ഇറക്കിയ എല്ലാവരുടെ പൈസയും തിരിച്ചു പിടിക്കാൻ, ഡിസ്ട്രിബ്യൂഷൻ പൈസ ചെയ്ത് തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഈ ചിത്രം എങ്ങനെ വിജയകരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പടത്തിന്റെ വിഷ്വൽ ട്രീറ്റ് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. പിന്നെ അതെല്ലാം ഉപരി പുതിയ തലമുറയായിട്ട് കണക്ട് ചെയ്താണ് സിനിമ പറയുന്നത്. 2, നായകന്റെ ഹൈപ്പ് കൊടുക്കാൻ വളരെ ചില സ്ഥലങ്ങൾ ഉപയോഗിച്ചെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നെ കഥയ്ക്ക് അഡാപ്റ്റ് ചെയ്തിട്ടാണ് എല്ലാ സീനും പോകുന്നത്. അങ്ങനെ 2.45 മിനിറ്റ് തിയേറ്ററിൽ ഒരു സെക്കൻഡ് പോലും ബോറടിക്കാതെ, നിങ്ങൾക്ക് നല്ല ചിന്താശക്തി ഉണ്ടെങ്കിൽ, ഫാമിലി ഓറിയന്റഡ് ആണെങ്കിൽ കാണാൻ പറ്റുന്ന നല്ല ഫീൽ ഗുഡ് എക്സലന്റ് 10-ൽ 10 സ്റ്റാർ കൊടുക്കാൻ പറ്റിയ മൂവിയാണ് ഈ സിനിമ. സൂര്യയ്ക്ക് ഇതൊരു വലിയ ബ്രേക്കും കൂടെയാണ്. കാരണം ഒരു വമ്പൻ കറുപ്പ് പോലുള്ള ഒരു സിനിമ ആ നിലയിൽ നിർത്തി കൊടുത്തൊരു ഡിവോഷണൽ ഇമോഷണൽ പിന്നെ ഹിറ്റ് കൊടുത്തപ്പോൾ, നേരെ തിരിച്ച് സാധാരണ ഒരു രീതിയിൽ ഒരു ഫാമിലി കഥ കയ്യിലെടുത്തുകൊണ്ട്, അത് പാവപ്പെട്ട ഒരു വീട്ടിലാണെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉള്ളവരുടെ വീട്ടിലാണെങ്കിൽ അങ്ങനെ ഉള്ള രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് കഥ ക്രിയേറ്റ് ചെയ്തിട്ട് ആ പടം വമ്പ ഹിറ്റിലോട്ട് കുതിക്കാനുള്ള ഒരു ലെവലിലോട്ട് സൂര്യക്ക് എത്താൻ പറ്റിയത് കൊണ്ട് തന്നെ ഈ പടം തികഞ്ഞ 10-ൽ 10 സ്റ്റാർ കൊടുക്കാൻ പറ്റിയ നല്ല ചിത്രം തന്നെയാണ്. അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഞാൻ ആദ്യം പറയുന്നു, നിങ്ങൾ കുടുംബമായിട്ട് തിയേറ്ററിൽ പോയി മാത്രമേ സിനിമ കാണുക. തിയേറ്ററിൽ പോയി സിനിമ കണ്ടാൽ മാത്രമാണ് ഈ പടത്തിന്റെ യഥാർത്ഥ വിഷ്വൽ ട്രീറ്റ് അറിയാൻ പറ്റുള്ളൂ. പിന്നീട് നമ്മുടെ യൂട്യൂബ് ബ്ലോഗേഴ്സൊക്കെ പറയും പോലെ സ്ഥിരം കണ്ടുമടുത്ത് കഥ മറ്റതാണ്. ഈ ഓരോരുത്തരും പറയുന്നത് കേൾക്കുമ്പോൾ ചിരി വരും. ചിലർ മാത്രമാണ് വളരെ പോസിറ്റീവാണ്. നമ്മൾ തിയേറ്ററിൽ സിനിമ, ഒരു ഫാമിലി സിനിമ കാണാൻ പോകുമ്പോൾ അത് ഇമോഷണലി ഫീൽ ചെയ്തു എന്നുള്ളതല്ല പ്രധാന വിഷയം. അത് നമുക്ക് എങ്ങനെ വിഷ്വൽ ട്രീറ്റ് ഒരുക്കി 2.25 മണിക്കൂർ ബോറടിപ്പിക്കാതിരിക്കുന്നുണ്ടോ, അത് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എങ്ങനെ ഫീൽ ഗുഡ് ആവുന്നു, എങ്ങനെ നമ്മുടെ ഇമോഷണലി നമ്മളത് ക്യാച്ച് ചെയ്യുന്നു.
ഇങ്ങനെ ഇതിൽ ഈ പറയുന്ന കഥയൊക്കെ ചിലപ്പോൾ നമ്മളെ 90% സ്ത്രീകൾക്കും അക്സെപ്റ്റ് ചെയ്യാനേ പറ്റണമെന്നില്ല. പക്ഷെ ന്യൂജൻ പിള്ളേരിലുള്ള 90% സ്ത്രീകൾക്കും അത് അക്സെപ്റ്റ് ആവാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഞാൻ രണ്ട് തിരിച്ചു പറഞ്ഞാണ്. അതായത് ഇപ്പോൾ ഒരു 25 വയസ്സിന് മുൻപോട്ടുള്ള സ്ത്രീകൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു 12 വയസ്സ് മുതൽ ഇപ്പോൾ 25 വയസ്സായി നിൽക്കുന്ന പുതിയ ജൻ കുട്ടികളുടെ പെൺകുട്ടികളുണ്ട്. അവർക്കിത് വളരെ അക്സെപ്റ്റ് ആവും എന്ന് തന്നെയാണ് ഞാൻ കണക്കൂട്ടുന്നത്. അതിൽ എല്ലാവർക്കും ഇല്ല, അതിലൊരു 100-ൽ ഒരു 75% കുട്ടികൾക്കെങ്കിലും അക്സെപ്റ്റ് ആവുന്ന രീതിയിലാണ് കഥ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫാമിലിഹുഡ് സിനിമ ആയതുകൊണ്ട് നിങ്ങൾ പുറകിലോട്ട് പോകുമ്പോൾ ഇത്തിരി പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ കഥയിൽ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇത് പുതിയ ഇസഡ്ജനിലോട്ട് മാറി ഞാൻ എന്നെ പോലുള്ളവർ ഇരുന്ന് ഇസഡ്ജനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ 50 വയസ്സ് കഴിഞ്ഞ് ഞാൻ ഇസഡ്ജനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് വളരെ പോസിറ്റീവാണ്. എനിക്ക് രണ്ടും ഓക്കെയാണ്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് ഇടുങ്ങിയ ചിന്താഗതിയുള്ള പുരുഷന്മാരെ സംബന്ധിച്ചൊക്കെ അതൊരു പ്രശ്നം തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഒരു കഥയുടെ ഡെപ്തായിട്ട് മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പടം ഒരുക്കുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് ഉണ്ട്, ഫാമിലി ട്രീറ്റ്. ആ ട്രീറ്റ് എന്നുള്ള മനോഹരം എന്റർടൈൻമെന്റഡ് ആണ്, ബ്യൂട്ടിഫുള്ളാണ്, അമേസിംഗ് ആണ്. നമ്മൾ 150 രൂപ കൊടുത്ത് തിയേറ്ററിൽ പോയി, അല്ലെങ്കിൽ ടാക്സ് അടക്കം 175 രൂപ കൊടുത്ത് സാധാരണ തിയേറ്ററിലും വലിയ തിയേറ്ററിൽ ഒരു 300-400 കൊടുത്ത് കാണുമ്പോഴും നമുക്ക് നല്ല എഫോർട്ട്, നല്ല രസികൻ ചിത്രമാണ് കേട്ടോ. ആ നിലയ്ക്ക് നല്ല ബ്രില്യൻറ്റ് ഫിലിമാണ്. അങ്ങനെ ഒരു ഫാമിലി ഓറിയന്റഡ് സിനിമ എന്നുള്ള നിലയ്ക്ക് ഈ പടത്തിന് 10-ൽ 10 സ്റ്റാർ വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർക്ക് പറയുന്നു, തിയേറ്ററിൽ പോയി മാത്രം ഈ സിനിമ കാണുക. ഇതിന്റെ ബേസിക് പോസിറ്റീവാണ്. ഇനി ബേസിക് പോസിറ്റീവിനൊപ്പം ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്, ഈ പടത്തിന്റെ ഡയലോഗ് ഡയറക്ഷൻ, റിട്ടേൺ ആൻഡ് ഡയറക്ഷൻ വെങ്കി അട്ടൂരി, ലക്കി ബാലഭാസ്കർ സിനിമയുടെ ഡയറക്ടറാണ്. ലക്കി ബാലഭാസ്കർ സിനിമ ഞാൻ ഒരു 50 പ്രാവശ്യം കണ്ടു കഴിഞ്ഞു, ടി വിയിലൊക്കെ കൂടി, എല്ലാം കൂടെ തിയേറ്ററിൽ TV എല്ലാം കൂടെ. അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്, നമ്മുടെ ദുൽഖറിനെ വെച്ചുകൊണ്ട്. ആ പടം അത്രയും മനോഹരമാണ്, നല്ല രസമാണ്. അതിൽ അഭിനയിച്ച നായികയെ കുറിച്ചൊന്നും പറയാനില്ല. പിന്നെ ആ പടത്തിന്റെ ഡയറക്ഷനെ കുറിച്ച് അങ്ങനെ അതിലോട്ട് പോകണില്ല, അതിനെ കുറിച്ചൊക്കെ എനിക്കിനി പറയാനൊന്നുമില്ല. അത്രയും മനോഹരമാണ് അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ വന്നിരിക്കുന്ന സിനിമ. അതുപോലെ തന്നെ മറ്റൊരു മനോഹരമാണ്, കുടുംബത്തിനകത്ത് നിർത്തി ഒരു ഹൈ ക്ലാസ് ഫാമിലിയുടെ കഥ കുറച്ച് പൊടിപ്പുന്നെങ്കിലും ഒക്കെ വെച്ചിട്ട് നമ്മുടെ മുമ്പ് അവതരിപ്പിച്ചപ്പോൾ അത് വളരെ സൂപ്പർ ആയിരിക്കും. 2.45 മിനിറ്റിൽ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഇതൊരുക്കിയിരിക്കുന്നത്. ഇനി ഈ കഥ ഒരുക്കിയിട്ട് ഈ സിനിമ കണ്ടിറങ്ങിയ ഞാൻ എൻ്റെ കുടുംബത്തിനോട് ചോദിച്ചു, ഭാര്യയുടെ അടുത്ത് ചോദിച്ചു. അവൾക്ക് വളരെ പോസിറ്റീവാണ്, 10-ൽ 10 സ്റ്റാർ കൊടുക്കുന്ന നിലയിൽ തന്നെയാണ് സംസാരിച്ചത്. ഒപ്പം തന്നെ പറഞ്ഞു, സിനിമയിൽ ഈ കഥ കാണാം, പക്ഷെ ജീവിതത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു. അത് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാണ്. സിനിമ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പുതിയ ജെന്നും ഇച്ചിരി ബാഡ് ജെന്നും അതിന്റെ ബാക്കിൽ എന്നെ അങ്ങനെ കൂട്ടണ്ട. കാലത്തിനനുസരിച്ച് ജെന്നിന്റെ ഒപ്പം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിതൊരു വിഷയമല്ല. അവർ പറഞ്ഞു, മോനെടുത്ത് ചോദിച്ചപ്പോൾ അവന് നല്ല സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ പുതിയ ജെന്നാണല്ലോ, അവന് 15 വയസ്സേ ആയിട്ടുള്ളൂ, പുതിയ ജെന്നാണ്, സൂപ്പർ ഡൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ചേർത്തിട്ടാണ് ഞാൻ 10-ൽ 10 സ്റ്റാർ കൊടുക്കാന്ന് പറയുന്നത്. അല്ല എൻ്റെ അഭിപ്രായം മാത്രം വെച്ചിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു വ്യൂ ഒക്കെ വേറെ അല്ലേ. അങ്ങനെ അതും ഞാൻ തുറന്നു പറഞ്ഞതാണ്. അങ്ങനെ 10-ൽ 10 സ്റ്റാർ കൊടുക്കാം എന്നുള്ള ഉറപ്പ് ക്ലിയർ ആയതിനു ശേഷമാണ് ഈ പടത്തെ കുറിച്ച് പറഞ്ഞത്. ആ ലെവലിലാണ് വെങ്കി അട്ടൂരി സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തിയേറ്റർ മസ്റ്റ് വാച്ച് തന്നെയാണ്. പിന്നെ എൻ്റെ റൈറ്റർ, സപ്പോർട്ട് റൈറ്റർ ഉണ്ട്. ഇവരെ ഒരുമിച്ചാണ് KN വിജയകുമാർ രണ്ടുപേരും കൂടെ ഒരുക്കിയിരിക്കുന്ന സ്ക്രിപ്റ്റും സ്ക്രീൻ പ്രസന്റും അതിലെടുത്തോ എഫോർട്ടും എല്ലാം അതിമനോഹരം എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ എൻ്റെ പ്രൊഡ്യൂസർ സൂര്യദേവ് സായി സൂരജ്, തികഞ്ഞ അഭിനന്ദനങ്ങൾ. കാരണം ഇത്തരം ഒരു ചിത്രത്തിന് ലക്കി ഭാസ്കർ സിനിമ അങ്ങനെ ഒരു വമ്പൻ ഹിറ്റായെങ്കിലും ഇതുപോലൊരു ചിത്രത്തിന് 130 കോടിക്ക് മുകളിൽ ഇറക്കാൻ കാണിച്ച ധൈര്യത്തിന് തികച്ചും അഭിനന്ദിക്കണം. പേടിക്കേണ്ട, നിങ്ങൾക്ക് ഈ ചിത്രം തിയേറ്ററിൽ തന്നെ വിജയമാവും. സാറ്റലൈറ്റ് റൈറ്റുകൾ, പിന്നെ വരുന്ന മ്യൂസിക് റൈറ്റ് എല്ലാം കൂടെ നിങ്ങൾ എന്തായാലും ഇതിൽ വാരിക്കൊണ്ടുപോകും. അത് തന്നെയാണ് തിയേറ്റർ തെളിയിക്കുന്നത്. നല്ല നന്നായിട്ടുണ്ട്. നിങ്ങളെടുത്ത റിസ്കിന് റിസൾട്ട് 150% ഉറപ്പായിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ആർട്ടിസ്റ്റ് സൂര്യ, മമിത ബൈജു, രാധിക, രവീണ ടണ്ടൻ, ഇങ്ങനെ പോകുന്ന പിന്നെ നാസർ, ഭവാനി ശ്രീ, ഇങ്ങനെ പോകുന്ന കുറെ ആർട്ടിസ്റ്റുകൾ. ഇവരുടെയൊക്കെ പെർഫോമൻസ് എങ്ങനെ എന്ന് വിലയിരുത്താം. ആദ്യം ഇതിൽ സൂര്യയുടെ പെർഫോമൻസ് വളരെ ഹൈ ആണ്, നന്നായിട്ടുണ്ട്. സൂര്യക്കാലം 150 മടങ്ങ് ബെറ്റർ ആണ് മമിത ബൈജുവിന്റെ പെർഫോമൻസ്. അപ്പൊ നമ്മൾ പറയും മലയാളിയായിട്ടുണ്ട്, അതുകൊണ്ടൊന്നുമല്ല, എക്സലന്റ് ആണ്. മമിത ബൈജുവിനൊപ്പം കിടപിടിക്കും രാധിക ശരത് കുമാറിന്റെ പെർഫോമൻസ്.
രവീണ പിന്നെ വരുന്ന സെക്കൻഡ് വൈഫായിട്ട് വരികയാണ് രവീണ ടണ്ടന്റെ പെർഫോമൻസ്. പിന്നെ രവീണ ടണ്ടന്റെ മകളായിട്ട് സൂര്യയുടെ സെക്കൻഡ് സഹോദരിയായിട്ട് അഭിനയിക്കുന്ന ആ കുട്ടി, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരുടെയും അഭിനയവും ഒന്നിനൊന്നിനും മെച്ചമാണ്. അതൊക്കെ ഡയറക്ടറുടെ മിടുക്ക് തന്നെയാണ്. പക്ഷെ സൂര്യയേക്കാൾ ഒരു പടിക്ക് മുകളിൽ തന്നെയാണ് മമിത ബൈജുവിന്റെ പെർഫോമൻസും ഇവരുടെ പെർഫോമൻസും എന്ന് ഞാൻ പറയണം. പ്രേക്ഷകർ തെറ്റിദ്ധരിക്കേണ്ട, സൂര്യ താഴ്ത്തിക്കാട്ടുന്നതല്ല, എൻ്റെ അഭിപ്രായം പറഞ്ഞത് ആ ലെവലിൽ ഈ ആർട്ടിസ്റ്റുകളെല്ലാവരും മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. പിന്നെ എൻ്റെ ആർട്ട് ഡയറക്ഷൻ ശിവകാമേഷ്, ജിദ്ദു സെബാസ്റ്റ്യൻ, എക്സലന്റ് ആർട്ട് ഡയറക്ഷൻ കേട്ടോ. കാരണം ആ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അതെല്ലാം നിങ്ങൾ ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അത്ര ബ്യൂട്ടിഫുള്ളാണ് നിങ്ങൾ ഇതിൻ്റെ ഹെവി ബിൽഡിങ്സും ആ ബിൽഡിങ്സിനകത്ത് സീൻ എടുക്കുമ്പോഴത്തേക്കും ഒരുക്കി വെച്ചിരിക്കുന്ന ആർട്ട് ഡയറക്ഷൻ. ഓരോ സീനിലും ഫ്രെയിം ബ്യൂട്ടിഫുൾ 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 ആണ് ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ. പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് നവീൻ നൂലി. ഇനിയിപ്പോൾ ഈ നവീൻ നൂലിയെ കുറിച്ച് പറഞ്ഞ് മടുത്ത് കേട്ടോ. ഈ നവീൻ നൂലി ഇപ്പോഴുള്ള എല്ലാ സൂപ്പർ ഹിറ്റ് സിനിമകളുടെയും എഡിറ്ററാണ്. അദ്ദേഹത്തിന്റെ വമ്പ സിനിമകളിലെല്ലാം ഇദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു 20 കോടി രൂപയെങ്കിലും ഇപ്പൊ എഡിറ്റിങ്ങിന് ഈടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ടീമും സാധാ ചിത്രങ്ങൾക്ക് പോലും നവീൻ നൂലി 5 കോടിയെങ്കിലും ഈടാക്കുന്ന ലെവലിലോട്ട് അദ്ദേഹത്തിന്റെ എഡിറ്റിംഗ് പാഠം എത്തിയിട്ടുണ്ട്. വെരി ബ്രില്യന്റ് എഡിറ്റിംഗ് കേട്ടോ. നവീൻ നൂലിയെ കുറിച്ചൊക്കെ ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ പ്രേക്ഷകർ അറിയേണ്ടത്. ഓൾറെഡി എല്ലാവരും പ്രൂഫ് ചെയ്ത ഒരാളെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്, അത്രയും ബ്രില്യന്റ് ആണ്. പിന്നെ ഇതിന്റെ സൗണ്ട് ഡിസൈനിങ് നരേഷ് കുമാർ, ബ്യൂട്ടിഫുൾ കേട്ടോ, എക്സലന്റ് സൗണ്ട് ഡിസൈനിങ്. എന്നാ എഫക്റ്റ് എന്നറിയും. ഒരു ഈ ലെവലിലുള്ള ചിത്രം തിയേറ്ററിൽ എങ്ങനെ പൾസായിട്ട് കാണുമ്പോൾ സറൗണ്ട് വർക്ക് ചെയ്യണോ ആ ലെവലിൽ അതിന്റെ സൗണ്ട് ഡിസൈനിങ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പോഴും വേറെ ഒരുപാട് നോളജ് ഉള്ളവർക്ക് വേറെ കാര്യങ്ങൾ പറയേണ്ടി വരും. എന്നെ സംബന്ധിച്ച് ഒരു സാധാ ഓഡിയൻസ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് നല്ല സ്റ്റൈലിഷ് ആയിരുന്നു നമ്മുടെ നരേഷ് കുമാറിന്റെ സൗണ്ട് ഡിസൈനിങ്. പിന്നെ ഇത് വരുന്ന VFX വാസുദേവ റാവു. ഞാൻ VFXനെ കുറിച്ച് ഒന്നും പറയണില്ല. ബ്യൂട്ടിഫുൾ ആയിരുന്നു, നന്നായിട്ടുണ്ട്. ഇതെല്ലാവരും ഒത്തുചെന്നപ്പോഴാണ് ഈ സിനിമ വിജയിക്കുന്നത്. പിന്നെ എൻ്റെ ആക്ഷൻ വെങ്കട്ട് 2-3 അടി സീനിനകത്ത് വ്യക്തമായ നല്ല ആക്ഷൻ കോറിയോഗ്രാഫി, മോശമല്ല, നന്നായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഇതിന്റെ ഗാനരചന രാമജോഗയ്യ ശാസ്ത്രി. ഈ ഗാനരചനയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഓരോ വരികളും നമ്മളെ ഏത് സാധാരണ പ്രേക്ഷകർക്ക് കേൾക്കുന്ന രീതിയിൽ ഇമ്പമായിട്ട് കൃത്യമായിട്ടൊരു ആ പറയുന്ന കഥയ്ക്കനുസരിച്ച് ഗാനരചന തയ്യാറാക്കി ആ മ്യൂസിക്കിന് എഡിറ്റ് ചെയ്ത് ചേർന്നപ്പോൾ വളരെ മനോഹരമായിരുന്നു. തികഞ്ഞ അഭിനന്ദനങ്ങൾ. പിന്നെ വരുന്നത് കോറിയോഗ്രാഫി, ഇതിന്റെ ഡാൻസ് ഡയറക്ഷൻ വിജയ് ബിന്നി ശേഖർ. എൻ്റെ എന്ത് പറയണ അത്, പിന്നെ പൊളിച്ചു എന്നൊന്നും അല്ല പറയണത്, കീറി മുറിച്ചു എന്നല്ല പറയണത്. അതിന് ഏത് വാക്കുകൊണ്ട് പറയാം, എന്ത് പറയുന്നത്, വാക്ക് കിട്ടില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം സ്ഥിരം കണ്ട കോറിയോഗ്രാഫിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡിഫറെന്റ് കോറിയോഗ്രാഫി. അത്ര ഡിഫറെന്റ് ആയിരുന്നു. ഈ 2 ഹെവി ഡാൻസ് സീനൊക്കെ ഉണ്ട്. ആ ഡാൻസ് സീനിലെ ഈ കോറിയോഗ്രാഫി ഒക്കെ എന്ന് പറയുന്നത് അമേസിങ് എന്ന് പറയേണ്ടി വരും. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്ത് പറയണത്, നല്ല സ്റ്റൈലിഷ് ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത്ര നല്ല ബ്യൂട്ടിഫുൾ കോറിയോഗ്രാഫി. പിന്നെ ഇതിലെല്ലാവരും ഈ പടം എല്ലാം ചെയ്യുമ്പോഴൊരു കളറിങ് കൊടുക്കുക എന്ന് പറയും. ലൈറ്റിങ് മറ്റു കാര്യങ്ങളെ ക്യാമറയ്ക്ക് വേണ്ടത്, അതാണ് ഈ പടത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ കളറിങ്, എക്സലന്റ്. 10-ൽ 10 അല്ല 10-ൽ 25 സ്റ്റാർ കൊടുക്കേണ്ട രീതിയിൽ കളറിങ് ചെയ്തവർക്ക്. കളറിങ് ചെയ്തിരിക്കുന്നത് വൈശാഖ് ശിവഗണേശായിരുന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ കേട്ടോ. സിനിമയെ ഒന്ന് എടുത്തുയർത്തി നമ്മളെ മുകളിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു ലെവല്. പിന്നെ ഇതിലെ മ്യൂസിക് GV പ്രകാശ് കുമാർ. പ്രകാശിന്റെ മ്യൂസിക് എന്ന് പറയുന്നത് ഈ അനിരുദ്ധിനെ കണ്ടും കേട്ടോ, അനിരുദ്ധിന്റെ ആണ് നല്ല പ്രഷർ വേണ്ടത് അറിയാന്നുള്ളത്. പക്ഷേ GV പ്രകാശിന്റെ ഇതിലെ മ്യൂസിക് 2 പാട്ടും 2-3-4 പാട്ടുണ്ട്, എല്ലാം തന്നെ ഒന്നിനൊന്നിന് മെച്ചമുള്ള നല്ല ആവശ്യത്തിന് മാത്രം സ്ക്രീൻ പ്രസന്റിൽ മ്യൂസിക് ചെയ്തിട്ടുള്ള അനിരുദ്ധിന്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ DC സിനിമയിലാണ് ഞാനത് കണ്ടത്. ബാക്കിയിൽ പല പടത്തിലും ഒരു ഏച്ചുകെട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അനിരുദ്ധിന്റെ തെറ്റല്ല, അനിരുദ്ധിന് അങ്ങനെ പ്രഷർ വരുമ്പോൾ ചെയ്യണേണ്. ഇതിലും അതുപോലെ പ്രകാശ് കുമാറിന് DC സിനിമ, അനിരുദ്ധിന്റെ DC സിനിമയിലെ മ്യൂസിക് പോലെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ഷൻ, സ്റ്റൈലാഷ് ഉണ്ട് കേട്ടോ. 10-ൽ 15 സ്റ്റാർ കൊടുക്കുക. അത്ര എക്സലന്റ് മ്യൂസിക് ഡയറക്ഷൻ കേട്ടോ. അങ്ങനെ ഇങ്ങനെ മൊത്തത്തിലൊരു ഒരുങ്ങിയെടുത്ത ബ്യൂട്ടിഫുൾ ചിത്രമാണ് ഈ വിശ്വനാഥൻ ആൻഡ് സൺസ്. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ബ്യൂട്ടിഫുൾ ആണ്, മനോഹരമാണ്, തിയേറ്ററിൽ തന്നെ കാണണം. അതാണ് അതിന്റെ വിഷ്വൽ എടുത്തിരിക്കുന്നത്.
ഇതൊക്കെയാണ് ഈ പടത്തിന്റെ പോസിറ്റീവ്. പടം മൊത്തത്തിലൊരു ആന ചന്തം തന്നെയാണ്. കുടുംബമായിട്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ നിന്ന് 2:45 മിനിറ്റ് എൻജോയ് ചെയ്ത് ഇച്ചിരി കോമഡി ഇച്ചിരി ഇമോഷനിലും ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പോകാൻ പറ്റുന്ന 10ൽ 10 സ്റ്റാർ കൊടുക്കാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ചിത്രം തന്നെയാണ് വിശ്വനാഥൻ ആൻഡ് സൺസ്. സൂര്യയുടെ പടം, സൂര്യയുടെ ഒരു സെക്കൻഡ് ഹിറ്റുമാണ്. ഇനി ഇതിന്റെ പോരായ്മയിലേക്ക് പോവാം. അത് പോരായ്മയെല്ലാം ഞാൻ പ്രേക്ഷകരെടുത്ത് പറയുകയാണ്. അത് ഒരു പടത്തിനെ നമ്മൾ എക്സലന്റ് ആയിട്ട് മറ്റൊരു വിഷയങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുക എന്ന് പറയും. നമ്മുടെ സിനിമകളൊക്കെ ഒരു ഫിലിം ഫെയർ അവാർഡിന് വിടുക നോർമൽ, ഒരു നാഷണൽ അവാർഡിന് വിടുക അത് മറ്റൊരു നോർമൽ. ഈ ഇത്തരം അവാർഡുകളുടെയൊക്കെ തെരഞ്ഞെടുപ്പുകളെ ഫിലിം ഫെയർ അവാർഡിനെയൊക്കെ മാറ്റി നിർത്തി ഇപ്പോഴത്തെ നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ തയ്യാറുമില്ല, എനിക്ക് താല്പര്യമില്ല. അതൊക്കെ എന്തോ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ പിന്നെ അത് പിന്നെ ലോകത്തിലെ മികച്ച അവാർഡിലോട്ടൊക്കെ വിടേണ്ടി വരും. വിട്ടാൽ സംഭവിക്കുന്ന ചില പോരായ്മകൾ ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നു. കാരണം ഇത് എന്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നു പറഞ്ഞാൽ ഇതൊരു 10 കോടിയിലോ 20 കോടിയിലോ 30 കോടിയിലോ എടുത്ത ചിത്രമല്ല. ഇതൊരു 130 കോടി ആവറേജ് ബഡ്ജറ്റുള്ള സിനിമയാണ്. അപ്പോൾ എവിടെയൊക്കെ പോയിന്റിൽ ഈ പടം വീണിട്ടുണ്ട് അതും കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. അതിൽ ഞാൻ ആദ്യമേ പറയണം, ആദ്യത്തെ ഫസ്റ്റ് വീഴ്ച, ഫസ്റ്റ് ഈ പടത്തിന്റെ ഡീഫോൾട്ട് സ്റ്റാർട്ട് ചെയ്യണത്, പടത്തിന്റെ സ്റ്റോറി ലെവലിൽ സ്റ്റാർട്ട് ചെയ്യണത് നമ്മുടെ നായകന്റെ എന്ന് പറയുന്നത് അണ്ടമല്ല ശുക്ലം. നായകന്റെ ബീജം എടുത്തിട്ട് മറ്റൊരു സ്ത്രീയുടെ അണ്ടമായിട്ട് ക്രോസ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് വളർത്തിയെടുക്കുന്ന നെയ്വ് ടെക്നോളജി ബോണാണ് നായകന്റെ കുട്ടി. കഥയിലോട്ട് ഞാൻ പോണില്ല, അതൊന്നും പറയാനും പാടില്ല. നായകന്റെ കുട്ടി ഈ ഇങ്ങനെ സയന്റിഫിക്കലി സയൻസ് പരമായിട്ട് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചെടുക്കുകയാണ്. ഈ കുഞ്ഞിനെ ജനിപ്പിച്ചെടുത്തതിന് ശേഷം ഇത് കൊണ്ട് തന്റെ അമ്മയെ ഏൽപ്പിച്ചതിന് ശേഷം ഇവരൊരു പേരിടൽ ചടങ്ങുണ്ട്. ആ പേരിടൽ ചടങ്ങില് ഇത്രയും ടെക്നോളജി ആയിട്ട് ജനിപ്പിച്ചെടുത്ത കുട്ടിയും കൊണ്ടുവച്ചിട്ട് എവിടെ നിന്ന് വന്ന പൂജാരി ആസ്ട്രോളജിസ്റ്റ് വരുന്നിട്ട് എന്തൊക്കെയോ നോക്കി പേരിടണം. എന്റെ ദൈവമേ, എന്റെ പ്രേക്ഷകരെ, എന്റെ ദൈവമേ എന്ന് ഉദ്ദേശിച്ചത് ഈ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സയൻസൊക്കെ വികസിച്ച് ഇത്രയും ടോപ്പിൽ പോയിരുന്നിട്ടും സയന്റിഫിക്കലി ടോപ്പിൽ പോയിരുന്നിട്ടും അറിയാതെ വിളിച്ചു എന്റെ പ്രകൃതി എന്ന് പറയുന്ന സിദ്ധാന്തമേ ഇത്രയും അൺനോളജായിട്ട് പോണ ആദ്യത്തെ സീനിലെ സ്ക്രിപ്റ്റ് 10 മിനിറ്റിനകത്ത്. കാരണം ഏറ്റവും ടെക്നോളജിക്കലി ഈ സൂര്യയുടെ ബീജവും മമിത ബൈജുവിന്റെ അണ്ടവും ചേർത്തിട്ട്, അതായത് സെക്ഷലി ഇവർ ബന്ധപ്പെടുന്നില്ല, ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ലാതെ വീട്ടിലൊരു കുട്ടിയുടെ ആഗ്രഹപ്രകാരം, അത് കഥയിൽ നിങ്ങൾ മനസ്സിലാക്കൂ, പോയിട്ട് മറ്റൊരു രാജ്യത്തിൽ പോയിട്ട് കുട്ടി ജനിപ്പിച്ചിട്ട് ഈ കുട്ടിയുമായിട്ട് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ഇവര് പിന്നെ കുട്ടിയുടെ ഒരു പേരിടൽ ചടങ്ങ് കാണിക്കും. ആ പേരിടൽ ചടങ്ങില് നമ്മുടെ നായകനടക്കം ഇളിഫ്യനായിട്ട് ഇരുന്നു കൊണ്ട് ആസ്ട്രോളജിസ്റ്റിനെ വിളിച്ചിട്ട്, പൂജാരിയെ വിളിച്ചിട്ട് നല്ല കണക്കിനൊത്ത പേരിടാൻ പറയുക എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. എൻ്റെ അപ്പ ആ സീന് കണ്ടപ്പോൾ ലജ്ജാവഹമെന്ന് തോന്നി. അത് പ്രേക്ഷകർക്ക് വേണ്ടി എഴുതിയതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പ്രേക്ഷകരല്ല ഈ നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും ചിത്രം ഇങ്ങനെ വിജയിച്ചത്. ഇതിന്റെ ഒരു ഡ്രോബാക്ക് ഞാൻ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അത് സിനിമയുടെ കുറ്റമെന്നല്ല, നമ്മളുടെ സിനിമയ്ക്ക് അത് ആവശ്യമായിരിക്കും. പക്ഷെ ഇസഡ്ജൻ ജനറേഷൻ അത് അംഗീകരിക്കാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. എനിക്ക് 50 വയസ്സായത് കൊണ്ട് ഞാൻ പറയാണ്, എനിക്ക് ഈ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഇസഡ്ജനിലെ പുതിയ 15-20 വയസ്സായ കുട്ടികളുടെ കാഴ്ചപ്പാടുണ്ടായിരിക്കും. അത് മമിത ബൈജു പറയുന്ന കഥാപാത്രം പലപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ട്, വേറെ രീതിയിൽ. പക്ഷെ ഞാൻ കണ്ട ഏറ്റവും വലിയ ഡീഫാൾട്ട്, നമ്മളെല്ലാം ചെയ്ത് സയന്റിഫിക്കലി എല്ലാം പ്രൂഫ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു പിണ്ണാക്ക് പറഞ്ഞിടാത്ത ഒരു പൂജാരി മുമ്പിൽ പോയി ഇളിഫനായിരിക്കുക എന്ന് പറയുന്നത് എത്ര മ്ലേച്ഛമാണ്. അപ്പൊ നായകൻ എന്ത് കോപ്പ് പവറാണുള്ളത് സ്ക്രിപ്റ്റിൽ. ഈ സൂര്യ എന്ന് പറയുന്ന നായകന്റെ കഥാപാത്രത്തിന് സ്ക്രിപ്റ്റിൽ എന്ത് കോപ്പ് പവറാണ് വെങ്കി അട്ടൂരി കൊടുത്തിരിക്കുന്നത്. മ്ലേച്ഛമല്ലേ ഇത്? ഞാൻ പറയുന്നത് വൃത്തിക്ക് ചിന്തിച്ചാലുള്ള കാര്യമാണ്. അത്രയും മ്ലേച്ഛമാണ് സ്റ്റാർട്ടിങ് സ്ക്രിപ്റ്റ്. അതായത് ഈ രീതിയിലെടുത്ത ഇനി നിലവിലുള്ള പ്രസന്റ് സിറ്റുവേഷനോ മറ്റ് പിന്നിലോട്ടുള്ള സിറ്റുവേഷനോ എടുത്തു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റുമാണത്.
അങ്ങനെ അത് ജോയിൻ ചെയ്യിക്കാൻ പറ്റൂ. കാരണം പ്രേക്ഷകന് പൾസാട്ട് കയറണമെങ്കിൽ അല്ലെ തിയേറ്ററിൽ കളക്ഷൻ വരും. അങ്ങനെ എടുത്താൽ ഞാൻ അത് അംഗീകരിക്കുന്നു, ഓക്കെ. ഇല്ലെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ ഇത് എന്ത് വമ്പം പരാജയമാണ്. നമ്മളെല്ലാം പണിയും എടുത്ത് എല്ലാം ചെയ്തിട്ട് അവസാനം എവിടെ നിന്നോ വരണ ഒരു ഊള പൂജാരിയുടെ മുമ്പ് പേരുന്ന് കൊടുക്കണം. എത്ര ആഭാസനമാണ്. അപ്പോൾ സയൻസിന് എന്ത് വിലയാണ് അവിടെ കൽപ്പിച്ചത്? കഷ്ടപ്പെട്ടതാര്? എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കൊണ്ടുപോകുന്നത് എപ്പോഴും വലിയ വേലാളന്മാരാണോ? ആ രീതിയിലാണോ സ്ക്രിപ്റ്റ് പോവേണ്ടത്? ഒരു അന്തസ്സില്ലാത്ത, ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ഏറ്റവും ബോറൻ സ്ക്രിപ്റ്റാണ് ഈ പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ളത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഫസ്റ്റ് ടേക്ക്. ഈ പടത്തിന്റെ ഫെയിലോന്റെ ഫസ്റ്റ് ടേക്ക്. ഇനി സെക്കൻഡ് ടേക്കിലോട്ട് വരാം. ഈ കുട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടിക്ക് പിന്നെ രോഗം, ചെറിയൊരു അസുഖം വരുന്നു. അമ്മയുടെ മദർ, കാരണം സൂര്യയുടെ DNA ചേരില്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ മദറിനെ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വരുന്നു. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സയൻസ് പോകുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സയന്റിഫിക്കലി വരുന്ന ഒരു ഡീഫാൾട്ട്, അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, അത് നമ്മുടെ സ്ക്രിപ്റ്റ് ഡയറക്ടറേയും പ്രശ്നമല്ല, അതൊന്ന് വിശകലനം ചെയ്തെടുത്തിരുന്നുവെങ്കിൽ കുഴപ്പമായിരുന്നു. അങ്ങനെ ചെയ്താൽ നമ്മളൊരു ഇന്ത്യയിൽ നിന്നൊരു പടം വിദേശത്തോ എവിടെയെങ്കിലും കളിക്കാൻ പോകുമ്പോൾ, നോളജ് ഉള്ളവരിടത്തും അവാർഡിനൊക്കെ പോകുമ്പോൾ പരിഗണിക്കുമ്പോഴത്തേക്കും തള്ളാതെ പോകാൻ, ഇതെങ്ങനെ തള്ളുന്നു, പല ചിത്രങ്ങളും തള്ളിപ്പോകുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ ഈ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ അടിസ്ഥാന സ്ക്രിപ്റ്റിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്, ഈ കുട്ടിക്ക് ഒരു അസുഖം വരുന്നു. ബോൺ മാരോ ആണ് ഈ ബോൺ മാരോ ഡിസീസ്. ബോൺ മാരോ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകൾക്കിടയിൽ മജ്ജയ്ക്കുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇത് മെഡിസിനിൽ കൂടി പരിഹരിക്കാവുന്ന ഒരു അസുഖം തന്നെയാണ്. ഇച്ചിരി എക്സ്പെൻസീവ് എന്നുള്ളേ ഉള്ളൂ. ഈ അസുഖം ഈ കുട്ടിക്ക് വരെയാണ്. ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കഥാപാത്രം, നായകൻ വീണ്ടും നായികയെ തിരിച്ചടക്കണത്. അതൊക്കെ ഓക്കെ, അത് സിനിമയ്ക്ക് വേണ്ടി മനസ്സിലാക്കാം. പക്ഷെ ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് കാണിക്കുന്ന കുറെ ടെസ്റ്റുകൾ എടുക്കുന്നുണ്ട്. ഈ ടെസ്റ്റുകളിൽ വന്ന പാളിച്ച തന്നെ സിനിമയെ ഒരു വലിയ പൊസിഷനിലോട്ടോ ഒരു അവാർഡിലോട്ടോ പരിഗണിക്കുമ്പോൾ അപ്പോൾ തന്നെ തൂക്കിയെടുത്ത് ഓടയിലിടും. അത്രയ്ക്ക് നോളജ് ഇല്ലാത്ത രീതിയിലാണ്. 130 കോടി രൂപ ചെലവാക്കാമെങ്കിൽ എന്തുകൊണ്ട് അതിനെക്കുറിച്ചൊരു വിശദമായിട്ട് ഒരു 2 ഡോക്ടർമാരെ, സയന്റിസ്റ്റിനെ വെച്ചിട്ട് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തുകൂടാ? ഒരു 10 ലക്ഷം കൂടിയല്ലേ ചിലവാവുള്ളൂ, പോട്ടെ 25 ലക്ഷം രൂപ. അങ്ങനെ ചെയ്യാതെ താൽക്കാലികമായിട്ടുള്ള ചെറിയ നോളജിന്റെ പുറത്ത് ചെയ്തു വച്ചിരിക്കുന്ന ഡീഫാൾട്ടാണ്. അതായത് ബോൺ മാരോ ഡിസീസ്, എല്ലിന് അകത്ത് വരുന്ന, നമ്മൾ പറയില്ലേ, മജ്ജയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രോഗമാണ്. ഈ രോഗം ക്ലിയർ ചെയ്യാൻ കരുതി ഹെമറ്റോഇജി ടെസ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഹെമറ്റോഇജി ടെസ്റ്റ്. ഈ ടെസ്റ്റിന് നമ്മൾ കുട്ടിയുടെ ബ്ലഡ് എടുത്ത് നോക്കുമ്പോൾ ഇതിന് ഉപയോഗിക്കേണ്ട ട്യൂബുകളുണ്ട്. ഈ ട്യൂബ് എന്ന് പറയുന്നത് ഷുഗർ ടെസ്റ്റ് എടുക്കുന്ന ട്യൂബിലാണ് ഈ ബ്ലഡ് എടുത്തിട്ട് സ്റ്റോറേജ് കാണിക്കുന്നത്. അതായത് നമ്മൾ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു ട്യൂബിൽ സ്റ്റോറേജ് ചെയ്യണമല്ലോ. ആ സ്റ്റോറേജ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഷുഗറിന് മാത്രം എടുക്കുന്ന ടെസ്റ്റ് ട്യൂബിലോട്ടാണ് ഇത് സ്റ്റോറേജ് ചെയ്യണത് കാണിക്കുന്നത്. ഒരു പടം ഒരു അവാർഡിന് പരിഗണിക്കുമ്പോൾ തള്ളിപ്പോയി ഇതിൽ കൂടുതൽ എന്ത് വേണം? എന്തുമാത്രം എഫേർട്ട് എടുത്തില്ലാരും. അതാണ് ആദ്യമേ പറഞ്ഞത്. പക്ഷെ ഒരു പടം ഒരു അവാർഡിനോ അല്ലെങ്കിൽ ഒരു വലിയൊരു കാര്യത്തിന് പരിഗണിച്ചാൽ തള്ളിപ്പോവാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? അതായത് ഹെമറ്റോളജി ടെസ്റ്റ് എടുക്കുന്നത് ഷുഗർ ടെസ്റ്റ് എടുക്കുന്ന ട്യൂബിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ബ്ലഡ് എടുത്തിട്ട് ഫ്ലൂറൈഡ് ട്യൂബ്, അതാണ് അതിന്റെ പേര്. ഫ്ലൂറൈഡ് ട്യൂബിലാണ് എടുക്കുന്നത്. അതായത് ഷുഗർ ടെസ്റ്റ് എടുക്കുന്നത് ഫ്ലൂറൈഡ് ട്യൂബിലാണ്. അത് എടുക്കേണ്ട ട്യൂബ് ഏതാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. EDTA ട്യൂബിലോട്ടാണ് അത് എടുക്കേണ്ടത്. ഞാനിത് പറയുന്നത് സിനിമയിൽ ഇത് പ്രശ്നമില്ല. പക്ഷെ സിനിമ നല്ല ഫാമിലി ഓറിയന്റഡ് ആണ്. അത് പോയിട്ട് നമ്മളൊരു അവാർഡിനോ മറ്റു വലിയ കാര്യങ്ങൾക്കോ പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ആദ്യ റൗണ്ടിൽ ഇന്ത്യൻ സിനിമകൾ തള്ളപ്പെടുന്നതിന്റെ രഹസ്യമാണ് ഞാൻ പറയണത്. ചെറിയ അശ്രദ്ധകൾ, 10-25 ലക്ഷം രൂപ കൊടുത്ത് 2 സയന്റിസ്റ്റിനെ കൂടെ വെച്ചിട്ട് 2 ഡോക്ടേഴ്സുമാരെ വേണ്ട, ഒരു ലാബിൽ ജോലി ചെയ്യണ ഒരു സാധാരണ കുട്ടി മതി ഇതിന് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ. നമ്മുടെ ലോക്കൽ ലാബിലൊക്കെ, സാധാ ലാബിൽ ജോലി ചെയ്യണ കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ എടുക്കേണ്ടത് EDTA ട്യൂബ് എടുക്കണമായിരുന്നു. ആ ട്യൂബിന് പകരം വെറും ഷുഗർ ടെസ്റ്റ് നിങ്ങൾ പോയാൽ മതിയല്ലോ. 20 മുതൽ 100 രൂപ വരെയാണ് നിങ്ങൾ രാവിലെ പോകുമ്പോൾ ഷുഗർ നോക്കുന്ന ടെസ്റ്റുകൾ പല ലാബിലും പല വിധത്തിലിരിക്കും. അത്തരം രീതിയിലാണ് ആ ഫ്ലൂയിഡ് എടുത്തിട്ട്, അതായത് ബ്ലഡ് എടുത്തിട്ട് അതിലോട്ട് അത് എടുക്കുന്നത്. ഇതിന്റെ ഒരു വലിയ സെക്കൻഡ് ഫാൾട്ട്. ഒന്ന്. രണ്ടാമത്,
പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഫ്ലോട്ട് ട്യൂബാണ്. അതായത് ഈ അസുഖത്തിന്റെ അടുത്ത സ്റ്റേജ് കാണിക്കുന്നത് ഫ്ലോട്ട് ട്യൂബാണ്. അത് ടെസ്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ ടെസ്റ്റുമായിട്ട്, അതായത് ഇതൊക്കെ ഹെവി ടെസ്റ്റുകളാണ്. ഈ ഹെവി ടെസ്റ്റുകൾ എടുക്കുന്ന ട്യൂബുകളെല്ലാം തന്നെ നോർമൽ ലെവലിൽ ഫ്ലോട്ട് ട്യൂബാണ് അടുത്ത് കാണിക്കുന്നത്. അത് ഈ ടെസ്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. അതായത് ടെസ്റ്റുമായിട്ട് ബന്ധമില്ലാത്ത EDTA ട്യൂബിൽ എടുക്കേണ്ട ടെസ്റ്റുകളെല്ലാം എടുത്തിരിക്കണമെന്നുള്ള സാധാരണ ഷുഗർ ട്യൂബിലും ഫ്ലോട്ട് ട്യൂബിലുമാണ്. ഈ രീതിയിൽ ചിത്രങ്ങൾ, ഇത്രയും ഹെവി ബഡ്ജറ്റിൽ എടുക്കുന്ന ചിത്രങ്ങൾ ചിത്രീകരിച്ചിട്ട് തിയേറ്ററിൽ വിട്ടു കഴിഞ്ഞാൽ നോളജിലുള്ള ആൾക്കാർ കാണുമ്പോൾ എന്നുള്ളതല്ല വിഷയം. അത് കുഴപ്പമൊന്നുമില്ല, അവരത് അഭിപ്രായം പറഞ്ഞിട്ട് പോകും. പക്ഷെ നമ്മൾ ഈ സിനിമ, ഇത്രയും നല്ല സിനിമ, ക്വാളിറ്റിയുള്ള നല്ല വിഷ്വലൈസുള്ള പടം ഒരു ഓപ്പൺ എയറിലിട്ട് ഒരു നല്ല ഫാമിലി ഓറിയന്റഡ് സിനിമയായിട്ടോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ടെക്നോളജി സിനിമയായിട്ടോ പരിഗണിച്ചിട്ട് ഒരു അവാർഡിൽ എടുത്താൽ ഫസ്റ്റ് റൗണ്ടിൽ തള്ളിപ്പോകും. പിന്നെ ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഇതെല്ലാം എൻ്റെ അറിവ് കൊണ്ട് ഞാൻ പറഞ്ഞതല്ല. ഇതെല്ലാം ഈ ലാബ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ വൈഫ് ലാബിൽ വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ എനിക്കും അറിയില്ല കേട്ടോ, എനിക്ക് ഇങ്ങനെയുള്ള നോളജൊന്നും ഇല്ല. ഞാൻ ഈ പല ബ്ലോഗ് പറയുമ്പോഴും എൻ്റെ പരിമിതമായ അറിവിൽ, ഞാൻ ഒരു ബ്രില്യൻ്റ് ആളേ അല്ല, പക്ഷെ ഞാൻ പലരുമായിട്ട് പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ അത് വൈഫ് അവിടെ ഇരുന്നിട്ട് പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ്. അവൾ ലാബ് ടെക്നീഷ്യനാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ എൻ്റെ എല്ലാ ബ്ലോഗിലും പറയുന്ന അഭിപ്രായങ്ങളെല്ലാം തന്നെ എൻ്റെ ബുദ്ധി കൊണ്ട് പറയുന്നതല്ല എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കാനാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നാൽ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കും. അത് പോരായെങ്കിൽ ഞാൻ പലരുമായിട്ട് ഡിസ്കഷൻ എടുക്കും. ഡിസ്കഷൻ എടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ അഭിപ്രായം എല്ലാ കാര്യത്തിലും പറയുന്നത്. അല്ലാതെ ചാടിക്കേറിയ ഒരു വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം എനിക്ക് പറയാനില്ല. ഞാൻ സിനിമയെക്കുറിച്ചൊരു ടോട്ടൽ അഭിപ്രായം പറയാനുള്ളത് എനിക്ക് അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്, അതിനപ്പുറം എനിക്കില്ല. അപ്പൊ ഇതെല്ലാം തന്നെ ഞാൻ എൻ്റെ അഭിപ്രായമല്ല പറഞ്ഞു, എൻ്റെ നോളജും അല്ല. ഇതൊക്കെ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലാബിൽ പ്രവർത്തിക്കുന്നവരോട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഈ പടത്തിന്റെ തുടക്കം തന്നെ സെക്കൻഡ് ഫ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ തുടങ്ങുന്ന ഒരു ഫ്ലോപ്പ് സിനിമ പിന്നെ പോണതെല്ലാം വമ്പം ഫ്ലോപ്പായി പോവും. ഒരു അത്യാവശ്യ കാര്യത്തിനെടുത്ത പടം ഹിറ്റാവും, പൈസ പിടിക്കും. പക്ഷെ പിൽക്കാലത്ത് ആൾക്കാരെടുത്ത് വെച്ചിട്ട് ചിരിക്കും. മനസ്സിലായി? ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ സയൻസ് മേഖലയുടെ വികസനം എന്താണ്? ഇന്ത്യ കുറച്ചുകൂടെ മോട്ടിവേഷൻ ചെയ്തെങ്കിൽ ഇന്ന് സയൻസ് വേറൊരു ലെവലിലെത്തിയാണ്. പക്ഷെ നമ്മളിപ്പോഴും മതത്തിലും ജാതിയിലും കിടന്ന് കളിക്കുന്നുണ്ട്. സയൻസ് കുറച്ചുകൂടെ താന്ന് നിൽക്കുന്നു. 10-15 വർഷം കഴിയുമ്പോൾ ഇനി അങ്ങനെയല്ല, ഒരു 25 വർഷം കഴിയുമ്പോൾ വേറെ ലെവലാവും. അപ്പോഴീ സിനിമ ഒരു കോമഡി സിനിമയായിട്ട് മാറും. ഈ സിനിമ എടുത്തവനെ കളിയാക്കും. വെങ്കി അട്ടൂരിക്കടക്കം സ്ക്രിപ്റ്റിനടക്കം ഇത് പണി വരും. ഇതിൽ അഭിനയിച്ച സൂര്യക്ക് പ്രശ്നമില്ല, കാരണം സൂര്യക്ക് നോക്കല് ആർട്ടിസ്റ്റിനെ കുറിച്ച് നോളജ് ഉണ്ടാവണമെന്നില്ലല്ലോ. എന്നാൽ സൂര്യക്ക് അങ്ങനെ നോളജ് ഉണ്ടാകാനുള്ള ചാൻസ് ഞാൻ കാണുന്നു. കാരണം സൂര്യ ധാരാളം കാശരക്ക് ഡോക്ടേഴ്സിനെ പഠിപ്പിച്ചിറക്കുന്ന മനുഷ്യനുമാണ്, ബ്രില്യൻ്റ് ആണ് മനുഷ്യൻ, ഹെൽപ്ഫുള്ളുമാണ്. അത് സിനിമയിൽ പലയിടത്ത് ആ സീൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, എന്നാൽ സൂര്യക്ക് അറിയണമെന്നില്ല. പക്ഷെ പടം ടോട്ടലി എടുക്കുമ്പോൾ ഒരു കോമഡി, ഒരു കളിയാക്കൽ പടമായിട്ട് മാറും, പിന്നീട് ഒരു ട്രോളർ ഫിലിമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഈ രണ്ടാമത്തെ പരാജയം പടത്തിനൊരു വമ്പം പരാജയം തന്നെയാണ്. ഇത് 2 പരാജയങ്ങളെ ഞാൻ തുറന്ന് കാണിക്കുകയാണ്. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സിനിമ അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. ഇഷ്ടപ്പെടാത്തൊരു പടത്തിനെ കുറിച്ച് എന്തിനാണ് വിശകലനം എടുക്കുന്നത്? ഇതാണ് ഇതിനകത്തുള്ള 2 കാര്യങ്ങൾ. ഇത് 2 ഞാൻ പറഞ്ഞില്ല. ഇത് ഞാൻ വ്യക്തമായിട്ട് എൻ്റെ അഭിപ്രായമല്ല, ഞാനിത് കൃത്യമായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടവരായിട്ട് ഇത് ഈ ടെസ്റ്റുകളെല്ലാം എടുക്കുന്നത് പർപ്പിൾ കളർ, അതായത് പർപ്പിൾ കളർ. അത് ഓരോന്നിനും ഇവര് ഓരോ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് മെഡിക്കൽ സയൻസിൽ. ഇതിൽ പർപ്പിൾ കളറിലാണ് ബേസിക് ടെസ്റ്റ് പോലും വരേണ്ടത്. അങ്ങനെ ഈ പടത്തിന്റെ തുടക്കം തന്നെ ഈ പടത്തിന് കിട്ടാവുന്ന ടോപ്പ് ക്വാളിറ്റി ചാൻസുകളും ഭാവിയിൽ ടോപ്പ് ക്ലാസ്സിലെത്തേണ്ട സിനിമ ഫസ്റ്റ് ചാൻസിൽ തന്നെ രണ്ടാമത്തെ ഇതോടുകൂടി ആദ്യത്തെ അരമണിക്കൂറിനകത്ത് 25 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ തമാശ പറഞ്ഞ് കോമഡി ആവുന്ന രീതിയിൽ കോമഡി ആവുന്ന രീതിയിൽ പടത്തിനാക്കി കളഞ്ഞു എന്നുള്ളത് ഞാൻ 2 കാര്യവും പ്രിയ പ്രേക്ഷകരുടെ മുമ്പ് ഓർമ്മിക്കുകയാണ്. ഇങ്ങനെ 2 ഫ്ലോപ്പ് ഈ പടത്തിൽ പരമദയനീയമായിട്ട് തന്നെ പറയാം. ഈ 2 കാര്യങ്ങൾ പറയാം. പോസിറ്റീവ് അല്ല ഞാൻ ആദ്യം പറഞ്ഞു. ഇനി 3ാമത്തെ കാര്യത്തിലോട്ട് വരാം. എന്താണ് ഈ 3ാമത്തെ കാര്യം എന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, പടം മുഴുനീള സയൻസിനെ കുറിച്ച് പറയുകയും, പടം മുഴുനീള സയൻസിനെ കുറിച്ചാണ് പറയുന്നത്, ഏറ്റവും ടെക്നോളജിയെ കുറിച്ച് പറയുകയും, അവസരം കിട്ടുമ്പോഴും അത്രയും യാവനോ ഗണിച്ച് പറയണ ഒരു പിണ്ണാക്ക് പറഞ്ഞുകൂടാത്ത, ഈ ലോകം എന്തെന്നറിയാത്ത, ഈ പ്രപഞ്ചം എന്തെന്നറിയാത്ത, ആറ്റങ്ങൾ എന്തെന്നറിയാത്ത, അന്ധവിശ്വാസത്തിന്റെ നിഗൂഢ താഴ്വലിരിക്കുന്ന ഡേർട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരം നിലയിൽ സയൻസ് ഇത്രയും വൃത്തിക്ക് പറഞ്ഞിട്ട്
എല്ലാ മനുഷ്യരെയും കൊണ്ട് അവിടെ കൊണ്ട് അടച്ചുകൊണ്ട് വയ്ക്കുന്ന പരിപാടിയിലോട്ട് പോകുന്ന സീനുകൾ. അത് ഞാൻ പറയുന്നു 25 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ എടുത്തെടുത്തിട്ട് ട്രോളും. നമ്മളെ ചില സിനിമകളെയൊക്കെ വിദേശത്തിട്ട് ട്രോളുണ്ട്. അത് ഞാൻ ഇനിയിപ്പോൾ സിനിമയിൽ വേറെ ഒന്നും പറയില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ഇപ്പോൾ ചീത്ത വിളിക്കും. ഞാൻ എന്തോ ഒരു പർട്ടിക്കുലറായിട്ട് നമ്മളെ ഒരു കൾച്ചറിനെ തള്ളിപ്പറയുന്നുണ്ട്. അങ്ങനെയല്ല പ്രേക്ഷകരെ, കൾച്ചർ അങ്ങനെ നിന്നോട്ടെ. പക്ഷെ നമ്മൾ ടെക്നോളജി കയറി കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഏറ്റവും യാഥാർത്ഥ്യത്തോടെ വൃത്തിക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല. പകരം നമ്മൾ വീണ്ടും വിശ്വാസത്തിൽ കൊണ്ടുവന്നിട്ട് എല്ലാം ചെയ്തെടുത്തവനെ എല്ലാം മാറ്റി വിശ്വാസത്തിൽ കൊണ്ടുവന്ന് അത് അടിമപ്പെട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊന്നും പറയണില്ല, 25-30 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ ചെയ്യണ എല്ലാം പുതിയ തലമുറ, അതായത് ഇനിയുള്ള തലമുറയുടെ അടുത്ത തലമുറ പക്ക ട്രോൾ കോമഡിയുടെ സാധനമായിട്ട് ഇതങ്ങ് മാറ്റും. അത്ര ഫേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചില കാര്യങ്ങൾ സയന്റിഫിക്കലി പറയുമ്പോൾ യാഥാർത്ഥ്യത്തോടെ പറഞ്ഞിട്ട് ഇത്തരം സീനുകൾ ഒഴിവാക്കി കളയണം. ഇല്ലെങ്കിൽ ആ സീന് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതവിടെ ക്രോസ് ചെയ്യപ്പെടണം. ഇങ്ങനെയല്ല എങ്കിൽ ഇതിലത്തെ ഇടയ്ക്കിടയ്ക്ക് നായിക പറയുന്നുണ്ട്, അതങ്ങ് പിന്നെ അസുഖം എന്ന് പറയുന്നത് ഒരു ചെറിയ സർജറി കൂടെ മാറും. അത് സർജറി കൂടെ മാറും. പക്ഷെ അവരുടനെ നിങ്ങൾ ഗണിച്ചാലോ ഗുണിച്ചാലോ മറ്റത് ചെയ്താലോ മാറൂല. അതിന് മാറാനുള്ള കഴിവ് കപ്പാസിറ്റി വല്ലതും ഇവിടെ ഇരിക്കണം. അങ്ങനെയുള്ള പവർ ഉണ്ട് അവിടെ. അങ്ങനെയുള്ള പവർ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ സയൻസ് വേണ്ടല്ലോ. സയൻസ് വേണോ? നിങ്ങളൊരു അസുഖം വന്ന ആശുപത്രി പോകണോ? വേണ്ട. നിങ്ങളൊരു അസുഖം വന്ന മെഡിസിൻ എടുക്കണോ? വേണ്ട. അങ്ങനെ ഒരു പവർ ഉണ്ടെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഡീഫാൾട്ട് സിനിമയ്ക്ക് ഉണ്ട് എന്ന് ഞാൻ പ്രേക്ഷകരുടെ മുമ്പ് ഓർമ്മിക്കുകയാണ്. ഇങ്ങനെ രീതിയിലും ഡീഫാൾട്ട് ഉണ്ട് എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഈ സിനിമയെ കുറിച്ച് വീണ്ടും ഞാൻ അഭിപ്രായം പറയണം. നല്ല ബ്യൂട്ടിഫുൾ, മാർവലസ്, എക്സലന്റ്, ഫാമിലി ഓറിയന്റഡ് സിനിമയാണ്. സൂര്യ കിട്ടിയ വീണ്ടും മറ്റൊരു ഹിറ്റ്, മമിത ബൈജുവിന് കിട്ടിയ മറ്റൊരു ഹിറ്റ്. ഇനി ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുക. ഒപ്പം തന്നെ ഞാൻ പ്രേക്ഷകർക്ക് ഒരു കാര്യം കൂടെ ഓർമ്മിക്കുന്നു. മമിത ബൈജു എന്ന് പറയുന്ന നടി ഈ അടുത്ത കാലത്ത് താഴേക്കടയിൽ നിന്ന് വളർന്നു വന്ന് ഇന്ന് പാൻ ഇന്ത്യൻ ലെവലിലോട്ട് പോവുകയാണ്. നമ്മുടെ സ്കൂളുകൾ മാറേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെ ഇപ്പോഴും എവിടെയൊക്കെ ഇരുന്ന് സാധാ ജോലി ചെയ്യാൻ പഠിപ്പിക്കുന്നത് മാറ്റി നമ്മുടെ കുട്ടികളിലെ കഴിവുള്ളവരെയൊക്കെ ഇന്റർനാഷണൽ ലെവലിലോട്ട് വളർത്തേണ്ട രീതിയിൽ ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. സ്കൂളുകളെല്ലാം സിനിമയുടെ ചിത്രീകരണം പ്രൊഡക്ഷനും കറക്റ്റ് ചെയ്യണം. സ്പോർട്സിനെ കുറിച്ച് തന്നെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് കുട്ടികളെ അപ്ഗ്രേഡ് ചെയ്യണം. കാരണം ധാരാളം കുട്ടികൾ വരും. പിന്നെ സയൻസ്, ടെക്നോളജി, സയൻസ് ലെവലിൽ കുട്ടികൾക്ക് പരമാവധി ട്രെയിനിങ് കൊടുത്തിട്ട് കുട്ടികളെ ഇന്റർനാഷണലൈസ്ഡ് ആക്കണം. അപ്പോഴൊക്കെ കുട്ടികൾ വളരുമ്പോൾ വേറെ ലെവലിലാവും. ബിസിനസ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാന്ന് പഠിപ്പിക്കണം. അഗ്രികൾച്ചർ അതെങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇന്റർനാഷണൽ ലെവലോ ഹൈ ലെവലിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാന്ന് ചിന്തിക്കണം. അതിൽ നിന്ന് പ്രോഡക്റ്റ് ഉണ്ടാക്കാന്നൊക്കെ സ്കൂളുകൾ പഠിപ്പിക്കണം. ഇങ്ങനെയൊക്കെ നമ്മുടെ സ്കൂളുകൾ മാറാതെ ഇപ്പോഴും 50 വർഷം ബാക്കിൽ തന്നെയാണ് ഇവിടുത്തെ CBSE സ്കൂളായാലും ICSE സ്കൂളായാലും സ്റ്റേറ്റ് സ്കൂളുകളായാലും ഇരിക്കുന്നത്. നമ്മളെ കുട്ടികളെല്ലാം ഇപ്പോൾ കോഴിക്കോടി തന്നെയാണ് ഇവിടെ ഇരുന്ന് പഠിക്കുന്നത്. ഈ പഠിക്കുന്ന കുട്ടികളിൽ ചിലർക്ക് വല്ലാതെ ആഗ്രഹം വരുമ്പോഴാണ് മമിത ബൈജുവിനെ പോലെയുള്ള കുറെ സിനിമാ താരങ്ങൾ ഉണ്ടാവുകയും വേൾഡ് വൈഡ് ആവുകയും ചെയ്യണത്. വിരാട് കോഹ്ലിയെ പോലെയോ സഞ്ജു സാംസണെ പോലെയോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് മുന്നിൽ വന്ന ജയ്സ്വാളിനെ പോലെയോ മറ്റങ്ങനെ പലരെയും, അല്ലെങ്കിൽ നമ്മുടെ ഫുട്ബോൾ ഇങ്ങനെ പലരും, അല്ലെങ്കിൽ നമ്മളെ നല്ല സയന്റിസ്റ്റുകൾ, ഇതൊക്കെ അവരെ പേഴ്സണൽ എഫക്റ്റ് കൊണ്ട് മാത്രമാണ് മുന്നിലിട്ട് വരുന്നത്. സ്കൂളുകളെല്ലാം തന്നെ അതിനൊരു പ്രോത്സാഹനമോ അതിനൊരു അടിസ്ഥാന ബേസിക് ക്വാളിഫിക്കേഷനോ ലെവലോ കൊടുക്കുന്നില്ല. സ്കൂളുകൾക്കെല്ലാം കള്ള ബിസിനസ്സാണ്. അവരുടെ സ്കൂളിലെ എല്ലാ മാനേജർമാരും പോണത് BMW-ലും ഓഡിയിലും ജാഗ്വാറിലും ഒക്കെയാണ്. അവരൊക്കെ എങ്ങനെ പൈസ നമ്മളെ പിള്ളേരെ മാക്സിമം വലിച്ചെടുത്തിട്ട് സർവീസ് കൊടുക്കാതെ അവർക്ക് സൂചിച്ചു പോകാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മുടെ സ്കൂളുകളെല്ലാം മാറുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത്. മറ്റ് സ്കൂളുകളുടെ അവസ്ഥയൊന്നും ഞാൻ പറയണ്ടല്ലോ എങ്ങനെയാണ് പോകണമെന്ന്. ഇപ്പൊ തന്നെ 1 ലക്ഷം സ്കൂൾ ഇന്ത്യയിൽ അടച്ചു കഴിഞ്ഞു. അപ്പോൾ ആ 1 ലക്ഷം സ്കൂൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് സ്കൂളാണ് അടച്ചത്. ആ ഒരു സ്കൂൾ 1 ലക്ഷം സ്കൂൾ അടച്ചപ്പോഴത്തേക്കും കുറഞ്ഞത് 5 കോടി കുട്ടികളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടില്ലേ? അത്രയ്ക്ക് ദയനീയമാണ് നമ്മുടെ ഭരണമൊക്കെ കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഇതിലോട്ട് പറയുന്നില്ല. പക്ഷേ അങ്ങനെ മാറ്റി നമ്മുടെ കുട്ടികളെ എടുത്താൽ മാത്രമാണ് നമുക്ക് ഇന്റർനാഷണലൈസ് ചെയ്ത് കുട്ടികളെ പിന്നെ നമുക്ക് ബിസിനസ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ പിള്ളേരെല്ലാം പഠിച്ചെവിടെയെങ്കിലും ഒരു ഓലിയിൽ മാത്രം ഇരിക്കും. ഓലി ഇപ്പോൾ ഇരുന്നിട്ട് എന്താണ്? അങ്ങനെ ഉള്ളവർക്ക് അത്ര കഴിവില്ലാത്തവരാണ് ഈ ഒരു ജോലി വാങ്ങിയിരിക്കേണ്ടത്. ഇതുപോലെയുള്ള പിള്ളേരൊക്കെ ഉണ്ടാവുന്നത് ഇപ്പോഴും സെൽഫ് കോൺഫിഡൻസിൽ, സെൽഫ് റിസ്കിന്റെ പുറത്ത്, ഫാമിലി സപ്പോർട്ടിന്റെ പുറത്തുമാണ്. പിന്നെ എവിടെയൊക്കെ ജീവത്യാഗം ചെയ്യുന്ന കുറെ കോച്ചുമാരും അവരെ കൊണ്ടാണ് ഇവരൊക്കെ മുന്നേറുന്നത്. പക്ഷെ മാറേണ്ടതുണ്ട്. സ്കൂളുകൾ മാറിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് മമിത ബൈജുവിനെ സൃഷ്ടിക്കപ്പെടാം, ആയിരക്കണക്കിന് സയന്റിസ്റ്റുകളെ സൃഷ്ടിക്കപ്പെടാം, ആയിരക്കണക്കിന് ബിസിനസ്സുകാരുണ്ടാവും, ആയിരക്കണക്കിന് സ്പോർട്സ് താരങ്ങളുണ്ടാവും, ആയിരക്കണക്കിന് നല്ല മിനിസ്റ്റേഴ്സ് ഉണ്ടാവും.
ഇതൊക്കെ സ്കൂളുകളിൽ ഒരു പഠന വിഷയമാക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പ്രേക്ഷകർക്ക് ഞാൻ ഓർമ്മിക്കുന്നത്. കാരണം ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് മുന്നേറുന്ന പിള്ളേരുടെയൊക്കെ വരുമാനം 1 ലക്ഷം 2 ലക്ഷം ഒന്നുമില്ല, കോടികളാണെന്ന് മനസ്സിലാക്കണം. ഈ രീതിയിൽ പ്രേക്ഷകരൊന്ന് മാറി ചിന്തിക്കണം എന്ന് കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് നല്ല സിനിമ തിയേറ്ററിൽ പോയി കാണുക. വിശ്വനാഥൻ ആൻഡ് സൺസ്. എൻ്റെ അഭിപ്രായം ഇവിടെ നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ഞാൻ നമക്സോളോ സൈനിങ് ഓഫ്. വിശ്വനാഥൻ ആൻഡ് സൺസ് മുന്നേറട്ടെ.